നമസ്കാരം. എല്ലാവരെയും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് ശത്രുദോഷം. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ജീവിതത്തിൽ നമ്മെ ഏറെ അലട്ടുന്ന ക്ലേശകരമായ ഒന്നാണ് ശത്രുദോഷം. രോഗദുരിതങ്ങൾ, ആയുർദോഷങ്ങൾ, മനോചാഞ്ചല്യം തുടങ്ങിയ അവസ്ഥകളിലൂടെ ഒരിക്കലെങ്കിലും കടന്നുപോകും നമ്മൾ, അല്ലേ? പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ദേവി ചരാചരങ്ങളുടെ അമ്മയെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഏതാപത്തിലും ആ പരാശക്തി ഭക്തനെ കാക്കുമെന്നും കരുതപ്പെടുന്നു. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും. പലതരത്തിൽ ശത്രുദോഷങ്ങൾ ഉണ്ടാകാം. എത്ര വലിയ ശത്രുദോഷമാണെങ്കിലും ഈശ്വര ഭജനയിലൂടെയും ചില വഴിപാടുകൾ ചെയ്തും ശത്രുദോഷത്തെ പരിഹരിക്കാം. പ്രത്യക്ഷമായ എതിർപ്പും പരോക്ഷമായ എതിർപ്പും സ്നേഹഭാവത്തിൽ അടുത്തുകൂടി നിന്നുള്ള ശത്രുതയും അസൂയയും കുശുമ്പും ശാപവുമെല്ലാം കാരണം ശത്രുദോഷം സംഭവിക്കും. സൗഹൃദത്തിൽ പറ്റിക്കൂടി നിൽക്കുന്ന ശത്രുക്കളാണ് ഏറ്റവും അപകടകാരികൾ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, എന്നും എപ്പോഴും ദുരിതം, എത്ര കഷ്ടപ്പെട്ടാലും ഉയർച്ച ഉണ്ടാകാതിരിക്കുക, ഇതെല്ലാമാണ് ശത്രുദോഷത്തിൻ്റെ പ്രധാന സൂചനകൾ. ഒരു കാര്യം ഇവിടെ പറയാം. ശത്രുക്കളുടെ നാശത്തിനല്ല ഇതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവരിലെ ശത്രുഭാവത്തിൻ്റെ നാശത്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ശത്രുദോഷവും ആശങ്കയും ഭയവും അകറ്റാൻ ചില വഴിപാടുകൾ ഇവിടെ പറയാം. നമ്മുടെ കുഴപ്പം കൊണ്ടായാലും അല്ലെങ്കിലും വേണ്ടപ്പെട്ടവരോ അയൽക്കാരോ സുഹൃത്തുക്കളോ ശത്രുപക്ഷത്തായി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യമായാൽ അതിനെ അതിജീവിക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ, ദേവീപൂജ. അത് ദുർഗാക്ഷേത്രത്തിലാകാം, ഭദ്രകാളി ക്ഷേത്രത്തിലാകാം, ചാമുണ്ടേശ്വരി സന്നിധിയിലാകാം. അതായത് രൗദ്രദേവത മുഖ്യ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും വൈകിട്ടത്തെ ദീപാരാധന തൊഴുത് പ്രാർത്ഥിച്ച് ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം. ഈ വഴിപാട് തുടർച്ചയായി 5 ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തുടരണം. ഇതിനൊപ്പം കഴിയുമെങ്കിൽ കുങ്കുമാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം, രക്തചന്ദനാഭിഷേകം എന്നിവ നടത്തുന്നത് നല്ലതാണ്. ഇത് കഴിഞ്ഞ് തുടർച്ചയായി 7 ദിവസം ഭക്തിപൂർവ്വം ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുക. തൊഴിലിലും പഠിത്തത്തിലും ബിസിനസ്സിലും ജോലിയിലും ഏറ്റവും അടുപ്പമുള്ളവരുടെ അസൂയ കാരണമുള്ള ശത്രുത നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. അവർ മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മുടെ പൂജയ്ക്ക് മുടക്കം സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കും. അങ്ങനെ നമ്മുടെ പൂജ മുടങ്ങിയാൽ ശിവപാർവതി ക്ഷേത്രത്തിലോ പാർവതി സന്നിധിയിലോ ഹാരവും വിളക്കും സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തിയാൽ പരിഹാരമാകും, ശത്രുക്കൾ ഒഴിഞ്ഞുപോകും. പിന്നെ സ്വത്തുവകകൾ, ഭൂമി ഇവ പോലുള്ള ശത്രുതയാണെങ്കിൽ മഹാലക്ഷ്മിക്കോ ലക്ഷ്മി വാരാഹമൂർത്തിക്കോ ഭുവനേശ്വരിക്കോ താമരപ്പൂവിതൾ കൊണ്ട് അർച്ചന നടത്തണം, അല്ലെങ്കിൽ താമരപ്പൂ സമർപ്പിക്കണം. തർക്കഭൂമിയിലെ പ്രശ്നം മാറാൻ ഭുവനേശ്വരിക്ക് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് സമർപ്പിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കി 41 ദിവസം പ്രാർത്ഥിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുദോഷം താനേ